വാടക വീട്ടിലോ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന കടമുറിയിലോ താമസിക്കുന്ന ആളാണോ? അങ്ങനെ താമസിക്കുന്ന നിങ്ങളെ കെട്ടിട ഉടമസ്ഥൻ വിചാരിച്ചാൽ പെട്ടെന്നൊരു ദിവസം അവിടെ നിന്ന് ഇറക്കിവിടാൻ സാധിക്കുമോ? അനാവശ്യമായി വാടക കൂട്ടാൻ ഓണർക്ക് അവകാശമുണ്ടോ? കേരളത്തിലെ പുതിയ വാടക നിയമപ്രകാരം വാടകക്കാർക്ക് ലഭിക്കുന്ന ഓരോ സാധാരണക്കാരനും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അവകാശങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് ഒന്ന് പരിശോധിക്കാം. നമ്മൾ താമസിക്കുന്ന വാടക മുറിക്ക് നമ്മൾ കൃത്യമായി വാടക കൊടുക്കുന്നുണ്ട് എങ്കിൽ കെട്ടിട ഉടമയ്ക്ക് പെട്ടെന്നൊരു ദിവസം വന്ന് നാളെ ഒഴിഞ്ഞു തരണമെന്ന് പറയാൻ നിയമപരമായി യാതൊരു അവകാശവും ഇല്ല എന്ന കാര്യം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇനി വാടക കരാറിൽ പറഞ്ഞിരിക്കുന്ന കാലാവധിക്ക് മുൻപ് നിങ്ങളെ ഒഴിപ്പിക്കണമെങ്കിൽ കരാറിൽ വ്യവസ്ഥ ചെയ്തതുപോലെയുള്ള മുൻകൂർ നോട്ടീസ് രേഖാമൂലം തന്നിരിക്കണമെന്നാണ് നിയമം പറയുന്നത്. സാധാരണയായി ഇത് 1 മാസമോ 3 മാസമോ ഒക്കെ ആയിരിക്കും. ഈ നോട്ടീസ് കാലാവധി തീരുന്നത് വരെ നിങ്ങൾക്ക് അവിടെ തുടരാൻ പൂർണ്ണ അവകാശമുണ്ട്. അതുപോലെ കരാർ നിലനിൽക്കുന്ന 11 മാസത്തേക്കോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാലാവധിയിലോ ഓണർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പെട്ടെന്ന് വാടക കൂട്ടാൻ കഴിയില്ല. കരാർ പുതുക്കുമ്പോൾ എത്ര ശതമാനം വാടക കൂട്ടാമെന്ന്, അതായത് 5% അല്ലെങ്കിൽ 10% ആദ്യമേ എഴുതി ഒപ്പിട്ടിട്ടുണ്ടാകും. അതിൽ കൂടുതൽ തുക ചോദിച്ചാൽ വാടകക്കാരനായ നിങ്ങൾക്ക് അത് നിഷേധിക്കാനുള്ള പൂർണ്ണമായ അവകാശം നിയമം തരുന്നുണ്ട്. അതുപോലെ നിങ്ങളും കെട്ടിട ഉടമയും തമ്മിൽ വാടകയെ ചൊല്ലിയോ മറ്റു കാര്യങ്ങളെ ചൊല്ലിയോ എന്തെങ്കിലും തർക്കമുണ്ടായാൽ പോലും അവിടുത്തെ വെള്ളം, കറണ്ട്, ലിഫ്റ്റ് തുടങ്ങിയ അവശ്യ സൗകര്യങ്ങൾ നിഷേധിക്കാൻ ഓണർക്ക് നിയമപ്രകാരം ഒരു തരത്തിലുള്ള അവകാശവും ഇല്ല എന്നും നിങ്ങൾ മനസ്സിലാക്കണം. വാടകക്കാരെ പേടിപ്പിച്ചിറക്കി വിടാൻ വേണ്ടി ഇത്തരം കണക്ഷനുകൾ വിച്ഛേദിച്ചാൽ നിങ്ങൾക്ക് റെന്റ് അതോറിറ്റിയെയോ കോടതിയെയോ സമീപിച്ച് ഉടൻ തന്നെ അത് പുനഃസ്ഥാപിക്കാവുന്നതാണ്. വാടകയ്ക്ക് താമസിക്കുന്ന മിക്കവരും നേരിടുന്ന വലിയ പ്രശ്നമാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരികെ ലഭിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നം. നിങ്ങൾ മുറി ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ കെട്ടിടത്തിന് എന്തെങ്കിലും വലിയ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കാനുള്ള കൃത്യമായ തുക മാത്രം കഴിച്ച് ബാക്കി അഡ്വാൻസ് തുക മുഴുവനായി ഉടമസ്ഥൻ തിരികെ നൽകണമെന്നാണ് വാടക നിയമം പറയുന്നത്. പെയിന്റിംഗ് മങ്ങുന്നത് പോലുള്ള സ്വാഭാവിക തേയ്മാനങ്ങളുടെ പേരിൽ വലിയ തുക പിടിച്ചുവെക്കാൻ ഓണർക്ക് കഴിയില്ല. കേരളത്തിലെ പുതിയ നിയമപ്രകാരം വാടക തർക്കങ്ങൾ പരിഹരിക്കാൻ റെന്റ് അതോറിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. സിവിൽ കോടതികളിൽ പോയി വർഷങ്ങളോളം കേസ് നടത്തുന്നതിന് പകരം വാടകക്കാരനും ഉടമസ്ഥനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വളരെ പെട്ടെന്ന് ഈ അതോറിറ്റി വഴി പരിഹാരം കണ്ടെത്താം. കരാർ നിലനിൽക്കുന്ന സമയത്ത് വാടകക്കാരൻ മരണപ്പെട്ടാൽ പോലും കെട്ടിട ഉടമയ്ക്ക് കുടുംബത്തെ ഉടനടി ഇറക്കിവിടാൻ സാധിക്കില്ല. കരാറിലെ ബാക്കി കാലാവധി തീരുന്നതുവരെ ആ വീട്ടിൽ തുടരാൻ മരണപ്പെട്ടയാളുടെ പങ്കാളിക്കോ മക്കൾക്കോ നിയമപരമായി അവകാശമുണ്ട്. അതിനാൽ എവിടെ വാടകയ്ക്ക് കയറുമ്പോഴും 11 മാസത്തെ വാടക കരാർ കൃത്യമായി സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിയമം കൃത്യമായി അറിഞ്ഞിരുന്നാൽ കെട്ടിട ഉടമസ്ഥനും വാടകക്കാരനും തമ്മിലുള്ള പകുതിയിലധികം പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.